എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ ഈ ഉള്ളം കൈക്കകത്ത് ഒരു സാധനമുണ്ട്. ഇത് ഓരോ മലയാളിയുടെയും വീട്ടിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാധനമാണ്. ഇതില്ലെങ്കിൽ മലയാളിക്ക് കറി ഉണ്ടാക്കാൻ വലിയ പാടാണ്. അപ്പോൾ എൻ്റെ ഈ ഉള്ളം കൈക്കകത്ത് വേണ്ട അടച്ചു വെച്ചേക്കുവാണ് ഈ സാധനം. ഈ സാധനം നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും വലിപ്പമുള്ള സാധനം വേണ്ടേ? ഇതാണ് ആ സാധനം. കേട്ടോ, തേങ്ങ. ഈ തേങ്ങ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും വലിപ്പമുള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെ എറിയാം. ഉണ്ടോ, ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും വലിപ്പമുള്ളതുണ്ടോ. അപ്പോൾ ഇന്ന് ബനാറസ് വരെ പോയി, വാരണാസി വരെ പോയി തിരിച്ചു വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. വേണ്ടേ, 10 തേങ്ങകൾ. വേണ്ടേ, എല്ലാ തേങ്ങയ്ക്കും ഇത്രയും വലിപ്പമുള്ളൂ. ഇത് കണ്ടില്ലേ, അടുത്തൊരു തേങ്ങ. ഇത് കണ്ടോ, ഇതിൻ്റെ വില, ഈ തേങ്ങയുടെ വിലയാണ് 40 രൂപ, 40 rupees ഈ തേങ്ങയുടെ വില. ഇത് കിട്ടാനും വലിയ പാടാണ്. ഒരു കടയുണ്ട്, അവിടെ മാത്രമേ ഈ തേങ്ങ കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള കടയിലൊക്കെ കിട്ടുന്ന തേങ്ങ ഉണക്കത്തേങ്ങയും വാട്ടത്തേങ്ങയൊക്കെ ആയിരിക്കും. ഇതുണ്ടോ, വെള്ളമുണ്ട്. ഉണ്ടോ, വെള്ളമുണ്ട്. ഇതുണ്ടോ തേങ്ങ, ഇത് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വാക്കത്തിയാണിത്. ഇത് കണ്ടോ, ഇത് കൊണ്ടൊന്ന് വെട്ടി നോക്കാം. ഇതിൻ്റെ അകത്ത് വല്ല ഉണ്ടോയെന്ന് നോക്കാം ആദ്യം. സംഗതി വേണ്ടേ, തേങ്ങ. നല്ല ഒന്നാം തരം തേങ്ങാ വെള്ളമാണ്. ഇതണ്ടേ തേങ്ങ. ഇതിനാണ് 40 രൂപ. നോക്കിക്കേ. ഇനി ഇത് വാട്ടത്തേങ്ങയാണോ എന്ത് തേങ്ങയാണോന്ന് അറിയത്തില്ല. എന്തായാലും ഒരു പൂളെടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം. ഇതേണ്ടേ, ഇത് കണ്ടോ തേങ്ങ. കൊള്ളാം, വിളഞ്ഞ തേങ്ങയാണ്. പക്ഷേ കുഴപ്പമെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഒരു ചമ്മന്തി അരയ്ക്കാനുള്ള ഉള്ളൂ. ഇതുണ്ടോ, ഇതാണ് തേങ്ങ. അപ്പോൾ ഇതാണ്ടേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാനാ, ഇത്രയും കുഞ്ഞ് തേങ്ങയൊക്കെ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു കറിക്ക് ഒരു തേങ്ങ വേണം. 10 തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. 10 തേങ്ങ എന്ന് പറയുന്നത് 10 കറിക്കുള്ളതേ ഉള്ളൂ.